بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സൃഷ്ടാവും സംരക്ഷകനുമായ ഉടയ തമ്പുരാനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. ഹൈന്ദവ സഹോദരങ്ങളോട് എന്നതാണ് നമ്മുടെ വിഷയം. സഹോദരങ്ങളെ, നാം എല്ലാവരും മനുഷ്യരാണ്. മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യർ. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് നാം. ഇതാണ് മതം പഠിപ്പിക്കുന്നത്. എത്രത്തോളം എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ ഋഷിവര്യന്മാർ ഭാരതീയരെ പഠിപ്പിച്ചത് ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എന്നാണ്. സകല മനുഷ്യരും ബന്ധുക്കളാണ്. അവരുടെ സ്വദേശമാണ് ഭൂമി എന്ന വിശാലമായ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ വീക്ഷണം. ഈ അടിസ്ഥാന ആശയം ആദർശം ഉൾക്കൊള്ളുന്ന ഒരു ഹൈന്ദവന് എങ്ങനെയാണ് മുസ്ലിങ്ങളെ ശത്രുക്കളായി നോക്കിക്കാണാൻ കഴിയുക? ഈ അടിസ്ഥാന ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഹൈന്ദവ സഹോദരന് എങ്ങനെയാണ് മുസ്ലിങ്ങളെ ഭാരതാംബയുടെ കണ്ണിലെ കരടുകളായി ശത്രുക്കളായി അവരുടെ സർവനാശത്തിനു വേണ്ടി അഹോരാത്രം അധ്വാനിക്കാനാവുക? ഒരിക്കലുമില്ല. അതേപോലെ തന്നെ യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിൻ്റെ 13-ാമത്തെ വചനമാണിത്. മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ, നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും. വ്യത്യസ്ത ഗോത്രങ്ങളും ജനപദങ്ങളുമാക്കി നാം നിങ്ങളെ തിരിച്ചത് ജാതിയുടെ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ ദേശത്തിൻ്റെ ഭാഷയുടെ പേരിൽ പരസ്പരം വാളെടുക്കാനോ രക്തപ്പുഴയൊഴുക്കുവാനോ വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തുവാനോ വേണ്ടിയല്ല, മറിച്ച് ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയാൻ, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും, സട്ടാവായ ഉടയ തമ്പുരാനിൽ നിങ്ങളിൽ വെച്ച് ഏറ്റവും സ്ഥാനവും മാനവും മഹിതമായ പദവിയുമുള്ളത് തൊലി വെളുത്തവനോ ഉന്നത കുല ജാതിയിൽപ്പെട്ടവനോ ഉന്നത തറവാടിക്കോ പണക്കാരനോ അല്ല, മറിച്ച് നിങ്ങളിൽ ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ വിമലീകരിക്കുന്നവനാരോ, സട്ടാവിനെ അംഗീകരിച്ച് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവനാരോ, അവന് മാത്രമേ സട്ടാവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളൂ, മാനമുള്ളൂ, മഹിതമായ പദവിയുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഈ അടിസ്ഥാന ആശയവും ആദർശവും ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഹൈന്ദവ സഹോദരങ്ങളെ ശത്രുക്കളായി നോക്കിക്കാണാനാവുക? കുല്ലുക്കും മിൻ ആദം, ആദം മിൻ തുറാബ്, നിങ്ങളേവരും ആദിമ മനുഷ്യനായ ആദമിൽ നിന്നാണ്.
ആദമാകട്ടെ മണ്ണിൽ നിന്നും എന്ന പ്രവാചകൻ്റെ ഈ ഉപദേശം സ്നേഹത്തിൻ്റെ, മാനവ സാഹോദര്യത്തിൻ്റെ ആദർശമാണിത്, ആശയമാണിത്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സഹോദരങ്ങളെ, നമ്മളേവരും ആദിമ പിതാവിൻ്റെയും ആദിമാതാവിൻ്റെയും സന്തതികളാണ്, മക്കളാണ്. ഈ അടിസ്ഥാന ബോധവും ചിന്തയും മനുഷ്യരെന്ന നിലയിൽ നമ്മെ നയിക്കേണ്ടതുണ്ട്. അതേസമയം വ്യത്യസ്ത മതത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ. ഭാരതത്തിലെ ഭൂരിപക്ഷ മതമാണ് ഹിന്ദുമതം. ലോകത്ത് വളരെ പ്രചാരം നേടിയ മതമാണ്, ദർശനമാണ് ഇസ്ലാമും. വ്യത്യസ്ത മതത്തിൻ്റെ വക്താക്കളായ നമ്മൾ കേവലം എന്തിൻ്റെയെങ്കിലും പേരിൽ പരസ്പരം വാളെടുക്കേണ്ടവരല്ല. പലപ്പോഴും മതത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കാതെ, അറിയാൻ ശ്രമിക്കാതെ, കേവലം തെറ്റായ ധാരണകൾ മാത്രം വെച്ചു പുലർത്തി ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പരസ്പരം കൊല്ലാനും വെട്ടാനും കുത്താനും നശിക്കാനും തയ്യാറായി നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇന്ന് പലപ്പോഴും മതവിശ്വാസികളിൽ പലരും. മതവിശ്വാസികളെ പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നത് പലരുടെയും താല്പര്യമായി മാറിയിരിക്കുകയും ചെയ്യുന്നു എന്ന്. സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, രാഷ്ട്രീയ ലാഭക്കൊതിക്ക് വേണ്ടി ചില ആളുകൾ കളിക്കുന്ന തന്ത്രങ്ങളെ തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. മതം മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആദർശമാണ്. കേവലം മതത്തെ മനുഷ്യനെ മയക്കുന്ന കറുപ്പായി നോക്കിക്കണ്ട ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇവിടെ മനുഷ്യനെ മനുഷ്യനാക്കുന്നതെന്തോ അതാണ് മതം. ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും പരിധികൾക്ക് അതീതമായി മനുഷ്യ മസ്തിഷ്കത്തെ പരിവർത്തിപ്പിക്കുന്ന, മനുഷ്യ മനസ്സുകളെ വിമലീകരിക്കുന്ന ജീവിത ദർശനമാണ് മതം. മനുഷ്യൻ്റെ നിഖില മേഖലകളെയും സ്പർശിക്കുന്ന, അവനെ എങ്ങനെയാകണമെന്ന് പഠിപ്പിക്കുന്ന, മനുഷ്യാസ്തിത്വത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ തലങ്ങളിലേക്ക് അവനെ ഉയർത്തുന്ന ദൈവികമായ മാർഗദർശനമാണ് മതം. ആ മതത്തെ കണ്ടെത്താനും ആ മതത്തെ അറിയുവാനുമുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതേസമയം മനുഷ്യനിർമ്മിതമായ പല മതങ്ങളും ദർശനങ്ങളുമുള്ള ഒരു പ്രത്യേക കാല സാഹചര്യത്തിലാണ് ഇന്ന് നാം നിലകൊള്ളുന്നത്. ഇന്ന് ഹിന്ദുമതം, ക്രിസ്തുമതം, സിഖ് മതം, ജൈനമതം, ബുദ്ധമതം, പാഴ്സി മതം, വൈഷ്ണവമതം, ശൈവമതം, ശാക്തേയ മതം, സുകുമാരമതം, ഇങ്ങനെയുള്ള നിരവധി ഇസ്ലാം മതം, ഇങ്ങനെ പല മതങ്ങൾ എന്ന പട്ടികയിൽ നിരവധി മതങ്ങളെ നമ്മൾ കാണുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. ഇതിലേതാണ് സട്ടാവായുടയ തമ്പുരാൻ പഠിപ്പിച്ച മതം? ഇതിലേതാണ് ദൈവം തമ്പുരാൻ നമുക്ക് വിശദീകരിച്ച് തന്ന അവൻ്റെ മാർഗദർശനം? ഇതറിയുവാനുള്ള എളിയ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ വിഷയം തന്നെ ഹൈന്ദവ സഹോദരങ്ങളോട് എന്നാണല്ലോ. ഹിന്ദു മതം എന്നൊരു മതം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് സത്യം. ഇത് എൻ്റെ അഭിപ്രായമല്ല, മറിച്ച് ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ 3-ാം വാള്യത്തിൽ വളരെ കൃത്യമായി 228-ാമത്തെ പേജിൽ ഇക്കാര്യം പറയുന്നുണ്ട്. എന്താണ്? സിന്ധു നദീതടത്ത് താമസിച്ച ഒരു പറ്റം ആളുകൾ, അവർ സിന്ധുക്കളെന്നും സൈന്ധവരെന്നും ചരിത്രത്തിൽ അറിയപ്പെട്ടു. എന്നാൽ പേർഷ്യക്കാർ ഭാരതത്തിലേക്ക് കടന്നു വന്നപ്പോൾ സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്നവരെ സിന്ധുക്കളെന്ന്, സൈന്ധവർ എന്ന് വിളിക്കാൻ അവർ പരിശ്രമിച്ചു. പക്ഷേ അവരുടെ നാവുകൾക്ക് സാകാരം ഉച്ചരിക്കാൻ കഴിയാതെ അതിന് പകരം അവർ ഹാകാരം ഉച്ചരിച്ചു. അങ്ങനെ സിന്ധു ഹിന്ദുവാവുകയും സൈന്ധവർ ഹൈന്ദവരായി തീരുകയും ചെയ്തു എന്നീ പ്രയോഗങ്ങൾ കടന്നു വന്നു എന്ന് വിവേകാനന്ദ സാഹിത്യ സർവസ്വം നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ദേശത്തിൻ്റെ ഒരു സ്ഥലത്ത് താമസിച്ച ആളുകളുടെ നാമം പരിണമിച്ചുണ്ടായൊരു പ്രയോഗമായി കൊണ്ട് നമുക്ക് ഹിന്ദു അല്ലെ എന്ന പ്രയോഗത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വ്യക്തിയുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെയോ നാമം പരിണമിച്ചുകൊണ്ടുണ്ടായ ഒരു പ്രയോഗമല്ല ഇസ്ലാം. ഇസ്ലാം ഉണ്ടാകുന്നത് സിൽമ് എന്ന പ്രയോഗത്തിൽ നിന്ന്. സിൽമ് എന്നതിനർത്ഥമാകട്ടെ ശാന്തി, സമാധാനം എന്നാണ് അർത്ഥം. ചുരുക്കത്തിൽ എന്താണ് ഇസ്ലാം? സട്ടാവും സംരക്ഷകനുമായ ദൈവത്തിന്, അള്ളാഹുവിന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ്, സമാധാനമാണ് ഇസ്ലാം. അപ്പോൾ ആരാണ് മുസ്ലിം? സട്ടാവായ അള്ളാഹുവിന്, ഉടയതമ്പുരാന് സ്വന്തത്തെ സമ്പൂർണമായി സമർപ്പിക്കുന്നവൻ ആരാണോ
അവനെയാണ് വിശുദ്ധ ഖുർആൻ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഏതൊരു മതത്തെയും നമ്മൾ പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും വിമർശിക്കുകയാണെങ്കിലും വരെ അവയുടെ ആധികാരിക പ്രമാണങ്ങളിൽ നിന്നാവണം. അതല്ലാതെ കേവലം മഞ്ഞപ്പത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ, കേവലം മീഡിയകളുടെ അടിസ്ഥാനത്തിൽ